1949 സ്കോട്ട്ലൻഡിലെ ഹെബ്രിഡിസ് ദ്വീപായ ലൂയിസിൽ ഒരു വലിയ ഉണർവ് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്വർഗം കീറിമുറിച്ച് ദൈവം ആ ദ്വീപിലേക്ക് ഇറങ്ങി വന്ന വലിയ ഒരു ദൈവപ്രവൃത്തി, വലിയ മാനസാന്തരം, വലിയ രൂപാന്തരം ആ ദ്വീപിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ഒരു വലിയ സന്ദർശനം ആ ദ്വീപിനെ ആകമാനം മാറ്റുവാൻ ഇടയായിത്തീർന്നു. അതാണ് 1949 തൊട്ട് 52 വരെ സംഭവിച്ച ഹെബ്രിഡിസ് ആ ഉണർവ്. ഈ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് പെഗി സ്മിത്ത് ആൻഡ് ക്രിസ്റ്റീൻ സ്മിത്ത്, 84 82 വയസ്സുള്ള പ്രായമുള്ള 2 സഹോദരിമാരെയാണ്. ഒരാൾക്ക് കാഴ്ചയില്ല, ഒരാൾക്ക് ശരീരത്തിൽ അർത്രൈറ്റിസ് ബാധിച്ച് ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഈ സഹോദരിമാരാണ് കർത്താവ് ഈ ഉണർവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നത്. അന്നത്തെ അവർ താമസിക്കുന്ന ബാർവാസ് കമ്മ്യൂണിറ്റിൻ്റെയും ഹെബ്രിഡിസിൻ്റെയും ആ ആത്മീയ നിലവാരം വളരെ മോശമാണെന്നും വളരെ താഴ്ന്ന നിലവാരത്തെക്കുറിച്ചൊക്കെ അവർ കേട്ടപ്പോൾ ചർച്ചുകളിലേക്ക് ആൾക്കാർ വരുന്നില്ല, ഒരു യൗവനക്കാരൻ പോലും ചർച്ചിലേക്ക് വരുന്നില്ല എന്നുള്ള അവിടെയുള്ള ആത്മീയ നിലവാരത്തെക്കുറിച്ചൊക്കെ അവർ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. രാത്രിയിൽ 10 മണിക്ക് അവർ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. ഏകദേശം 3 മണി 4 മണി വെളുപ്പിന് വരെ അവർ പ്രാർത്ഥിച്ച് ആത്മഭാരത്തോട് അവർ ഹെബ്രിഡിസിന് വേണ്ടി നിലകൊണ്ട് കർത്താവേ ഹെബ്രിഡിസിൽ ഉണർവ് അയക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിമാർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു വാഗ്ദത്ത വചനം പെഗി സ്മിത്തിന് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. യിശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 3 വാക്യത്തിൽ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരുറവുകളെയും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. In the book of Isaiah chapter 44 verse 3 it reads, for I will pour out water on thirsty land and streams on the dry ground. I will pour out my spirit on your offspring and my blessing on your descendants. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒരു ദർശനം പെഗിയെ കാണിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവം ഹെബ്രിഡിസിലേക്ക് വലിയൊരു ഉണർവ് അയക്കുന്നു. വീണ്ടും ചർച്ചുകൾ ജനം കൊണ്ട് ഓടിക്കൂടുന്ന ഒരു വലിയ ജനക്കൂട്ടം ചർച്ചുകളിലേക്ക് വരുന്ന അങ്ങനെ ഉള്ള ഒരു ദർശനം കാണിക്കുവാൻ ഇടയായിത്തീർന്നു. പെഗി സ്മിത്തും ക്രിസ്റ്റീൻ സ്മിത്തും വീണ്ടും പ്രാർത്ഥനയിൽ തുടരുന്നു. അവിടുത്തെ ലോക്കൽ ശുശ്രൂഷകനായിട്ടുള്ള ആ ദൈവദാസനും ബാക്കി കുറച്ച് ദേവദാസന്മാരെല്ലാം കൂടി അവരും പ്രാർത്ഥനയിൽ തുടരുകയാണ്. ഒരു രാത്രിയിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സ്തോത്രം ദൈവശക്തി അവരുടെ മധ്യത്തിലേക്ക് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ചില ശുശ്രൂഷന്മാരൊക്കെയും ഒരു ആത്മവിവശരായി അവർ പെട്ടെന്ന് സ്തോത്രം ഹല്ലേലൂയ ഒരു വലിയ ദൈവപ്രവൃത്തി ഹെബ്രിഡിസിൽ വെളിപ്പെടുന്ന ഒരു അനുഭവം അവർക്കും ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അന്ന് ദൈവം വലിയ ഒരു ചലനത്തിന്റെ ആരംഭം അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. പെഗി സ്മിത്തിന് കർത്താവ് കൊടുത്ത വേറൊരു ദർശനമായിരുന്നു സ്തോത്രം ഈ വലിയ ഉണർവ് നടക്കുന്നതിന്റെ മധ്യത്തിൽ ആൾക്കാർ ചർച്ചകളിലേക്ക് ഓടിക്കൂടുന്നതിന്റെ മധ്യത്തിൽ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു ശുശ്രൂഷകനെയും താൻ കാണുവാൻ ഇടയായിത്തീർന്നു. ഡങ്കൻ ക്യാമ്പൽ ആയിരുന്നു സ്തോത്രം ദൈവം ഒരുക്കിയെടുത്ത ഈ ഉണർവിന് വേണ്ടി ദൈവം കണ്ട ശുശ്രൂഷകൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഡങ്കൻ ക്യാമ്പലിനെ ഈ മീറ്റിങ്ങുകൾ ലീഡ് ചെയ്യാനായിട്ട് വിളിക്കുന്നു. സ്തോത്രം 10 ദിവസത്തേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞ ഡങ്കൻ ക്യാമ്പൽ ആ സ്ഥലത്തേക്ക് വരുന്നു. സ്തോത്രം ഡങ്കൻ ക്യാമ്പൽ വരുന്നതിന് മുമ്പേ തന്നെ സ്തോത്രം ഹെബ്രിഡിസിന്റെ ആത്മീയ അന്തരീക്ഷത്തിൽ വലിയ ഒരു വ്യതിയാനം. സ്തോത്രം there was something that was happening in Hebridis. It was as if a power was let loose in that place, even as the ministers of God were praying to God and even as they surrendered their lives and they came together in deep repentance to God. പക്ഷെ അന്ന് രാത്രിയിൽ സ്തോത്രം ഡങ്കൻ ക്യാമ്പൽ പ്രസംഗിക്കുന്നു. അസാധാരണമായ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഒരു യൗവനക്കാരൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ നീ വാഗ്ദത്തം ചെയ്തതാണ്, കർത്താവേ നീ വാഗ്ദത്തം ചെയ്തതാണ്, വരണ്ടിരിക്കുന്ന നിലത്ത് ഞാൻ നീരുറവുകളെയും സ്തോത്രം ഹല്ലേലൂയ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളത്തെയും പകരും. God, you promised us, oh God, that on the dry ground that you will pour out your spirit, oh God. Hallelujah. വരണ്ടിരിക്കുന്നിടത്ത് നീരുറവുകളെയും ദാഹിച്ചിരിക്കുന്നിടത്ത് നീ വെള്ളത്തെയും പകരും, നിന്റെ ആത്മാവിനെ പകരുമെന്ന് കർത്താവേ നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തതാണല്ലോ. അതുകൊണ്ട് കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ദൈവമേ നിന്റെ ഉണർവ് അയക്കണമേ എന്ന് ഈ യൗവനക്കാരൻ പ്രാർത്ഥിക്കുക. മീറ്റിംഗിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തൊക്കെയോ വീണ്ടും സംഭവിക്കുക. ഈ മീറ്റിംഗ് കഴിഞ്ഞ് സ്തോത്രം ഡങ്കൻ ക്യാമ്പൽ ആശീർവാദം പറഞ്ഞ്
ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഈ യൗവനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ആ ചർച്ചിന്റെ ഹാളൊക്കെ തുറന്നു നോക്കിയപ്പോൾ സ്തോത്രം, ഏകദേശം 500-600 ആൾക്കാര് വീണ്ടും ആ ചർച്ചിന്റെ പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു പ്രതീതി. സ്തോത്രം, ഹല്ലേലൂയ. ആ ലോക്കൽ ശുശ്രൂഷകൻ ഓടി വന്ന് പറയുക, ഹല്ലേലൂയ, ഓ ഒരു ഉണർവ് പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു. ഡങ്കൻ ക്യാമ്പൽ, God is in this place. Hallelujah. Revival has broken out in Hebrides. ആരും വിളിച്ചില്ല, ആരും ഇൻവൈറ്റ് ചെയ്തില്ല. കിലോമീറ്ററുകൾക്ക് അപ്പുറമായിട്ടുള്ള പല ഗ്രാമങ്ങളിൽ നിന്നും ആരോ അവരെ തട്ടി ഉണർത്തിയതുപോലെ ജനമെല്ലാം ഈ യോഗങ്ങളിലേക്ക് വരുന്ന അങ്ങനെ ഒരു പ്രതീതി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവ് അവിടെ ആരംഭിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചർച്ചിന്റെ ഉള്ളിലും ചർച്ചിന്റെ പുറത്തും എല്ലാ സ്ഥലങ്ങളിലും വലിയ മാനസാന്തരം, വലിയ അനുതാപം. 1 മണിക്കും 2 മണിക്കും ഒക്കെ ആരോ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെ അവിടെ ഉള്ളിൽ ഒരു പ്രേരണ തുടങ്ങുക. 2 മണിക്കും 3 മണിക്കും വെളുപ്പിനെ സ്തോത്രം റോഡിൽ നോക്കിയാൽ ജനം ഓടിക്കൂടുകയാണ് ചർച്ചകളിലേക്കും. സ്തോത്രം, എവിടെയെങ്കിലും ഒരു ദൈവഭക്തനുണ്ടെങ്കിൽ സ്തോത്രം ചിലവർ അങ്ങോട്ട് പോകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സകലതും നിയന്ത്രിക്കുന്ന അങ്ങനെ ഒരു ആത്മാവിന്റെ വലിയ ഒരു പ്രതലം. സ്തോത്രം, ഹല്ലേലൂയ. വീടുകളിൽ മാനസാന്തരം നടക്കുന്നു, ചർച്ചകളിൽ മാനസാന്തരം നടക്കുന്നു. ഡങ്കൻ ക്യാമ്പിലോട് ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു, നമ്മുടെ ആ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 300-400 ആൾക്കാർ കൂടി അവരെല്ലാം മുട്ടിന്മേലിരുന്ന് അവർ നിലവിളിച്ച് കരയുകയാണ്. സ്തോത്രം, അവരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ അവരോട് കാത്തിരിക്കുകയാണ്. സ്തോത്രം, ഡങ്കൻ ക്യാമ്പിൽ അങ്ങോട്ട് കടന്നുപോയപ്പോൾ വെളുപ്പിന് 2 മണി 3 മണി സമയമായി നോക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സ്തോത്രം 300-400 ആൾക്കാർ മുട്ടിന്മേൽ ഇരുന്ന് അനുദപിക്കുന്ന അങ്ങനെയുള്ള കാഴ്ചകൾ. ഏകദേശം 5 ആഴ്ചകൾ രാവും പകലും സ്തോത്രം യോഗങ്ങൾ തുടരുകയാണ്, പ്രാർത്ഥനാ കൂട്ടങ്ങൾ തുടരുകയാണ്. സ്തോത്രം, ബാർവാസ് കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ഹെബ്രിഡിസിലെ എല്ലാ ഗ്രാമങ്ങളിലും സ്തോത്രം ഈ ഒരു പ്രതീതി. വളരെ കഠിന ഹൃദയമുള്ളവർ, പാപത്തിൽ ജീവിച്ചവൻ, മദ്യപാനത്തിൽ ജീവിച്ചവൻ, മ്ലേച്ഛതയിൽ ജീവിച്ചവൻ, എല്ലാം പ്രായ വ്യത്യാസമന്യേ എല്ലാവരും മനസ്സാന്തരപ്പെടുന്ന വലിയ ഒരു കാഴ്ച. ഒരു ദിവസം അവിടെ ആ സമയങ്ങളിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ക്രമീകരിച്ച് 100ഓളം യൗവനക്കാര് ആ ഡാൻസ് പ്രോഗ്രാം പങ്കെടുക്കുവാനെല്ലാം അവര് പദ്ധതിയിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ തീരുമാനിച്ച് അങ്ങനെ അവരവിടെ എല്ലാം കൂടി. സ്തോത്രം, കുറച്ച് ഇപ്പുറത്ത് ആ ചർച്ച് ഹാളിൽ വേറൊരു യൗവനക്കാരൻ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ ദേശത്തെ തൊടണമേ, ഞങ്ങളുടെ ദേശത്തിൽ വലിയ രൂപാന്തരം കൊണ്ടുവരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന വേറൊരു യൗവനക്കാരൻ ചർച്ച് ഹാളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, ഈ ഡാൻസ് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഒരു വലിയ ദൈവഭയം വെളിപ്പെടുക. ഡാൻസിന് വേണ്ടി കൂടി വന്ന യൗവനക്കാർ പാപബോധത്താൽ പിടിക്കപ്പെടുക. സ്തോത്രം, എന്തോ ഭയാനകമായ ഒരു മഹാമാരി അവിടെ വെളിപ്പെട്ടതുപോലെ അവരെല്ലാം പേടിച്ച് ഓടുകയാണ്. സ്തോത്രം, ഈ യൗവനക്കാരെല്ലാം ഓടി പരിശുദ്ധാത്മാവ് അവരെ ചർച്ച് ഹാളിലേക്ക് കൊണ്ടുവന്ന് സ്തോത്രം ഓൾട്ടറിൽ അവരെ കമന്ന് കിടന്ന് ദൈവത്തോട് അനുദപിക്കുക. അയ്യോ, എനിക്ക് കരുണ ലഭിക്കുമോ? Will I find mercy, O God? Have mercy on me എന്നുള്ള അങ്ങനെയുള്ള ദൈവപ്രവൃത്തികൾ. സ്തോത്രം, ഹല്ലേലൂയ. ഹെബ്രിഡിസ് ആകമാനം സ്തോത്രം രൂപാന്തരപ്പെടുന്ന വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന അങ്ങനെയുള്ള ഒരു വലിയ ദൈവപ്രവൃത്തി ഹെബ്രിഡിസിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. പെഗി സ്മിത്തും ക്രിസ്റ്റീൻ സ്മിത്തും ഡങ്കൻ ക്യാമ്പലും അവിടെയുള്ള മൂപ്പന്മാരും അവരുടെ ജീവിതങ്ങളെ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി സമർപ്പിച്ച് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് അവരെ പൂർണ്ണമായി ഏൽപ്പിച്ച് സമർപ്പിച്ചതുപോലെ സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം, നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആത്മഭാരത്തോട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. സ്തോത്രം, കർത്താവ് ഹെബ്രിഡിസിൽ ചെയ്തത്, ആ വലിയ മാനസാന്തരം വെളിപ്പെട്ടത്, സ്വർഗം കീറിമുറിച്ച് സ്തോത്രം ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്നതുപോലെ സ്തോത്രം ഹെബ്രിഡിസിന്റെ വരണ്ട നിലങ്ങളിൽ, വരണ്ട ആത്മീയ അന്തരീക്ഷത്തിൽ, അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പകർച്ച നടന്ന പോലെ കൂട്ട മാനസാന്തരങ്ങളും വിടുതലും നടന്ന് ഒരു ദ്വീപ് മൊത്തം ദൈവത്തിലേക്ക് വരുന്നത് പോലെ സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ദേശങ്ങളിൽ ചെയ്യുവാൻ ഇടയായിത്തീരും, നമ്മുടെ സ്ഥലങ്ങളിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. ഹെബ്രിഡിസിനെക്കാട്ടിൽ വലിയ ഒരു ഉണർവ് നമ്മുടെ ദേശങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. God bless you.
stepped down, the Holy Spirit began to move among the people. And the minister writing about what happened the following morning says, you met God on Meadow and Moorland. You met him in the homes of the people. God seemed to be everywhere. What was that? Revival. Revival of an evangelist, not a special effort, not anything at all organized on the basis of human endeavor, but an awareness of God that gripped the whole community so much so that one saw. I can remember once, within 24 hours addressing a meeting, crowded churches